മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം തന്നെ 4-ാമത്തെ അധ്യായത്തിന്റെ 16 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം തുറക്കുകയാണ്. ദൈവവചനം യേശയ്യാ പ്രവാചകൻ ഈശോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ലഭിക്കുന്നത്. അതിൽ ഈശോയുടെ ദൗത്യം മുഴുവനും വിവരിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഈശോയുടെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ, അടിച്ചമർത്തപ്പെട്ടവർക്കും ബന്ധിതർക്കുമൊക്കെ മോചനം കൊടുക്കാനൊക്കെ ആയിട്ട് ഈശോയെ ദൈവപിതാവ് അയച്ചിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് ഈ വചനത്തിലൂടെ ഈശോ വായിക്കുക. ആ പുസ്തകം അടച്ചിട്ട് അവിടെ കൂടിയിരുന്നവരോട് പറയാണ്, ഇന്ന് നിങ്ങൾ ഇത് കേട്ടിരിക്കെ തന്നെ അത് നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ ദൗത്യത്തിന്റെ ആരംഭത്തിന് മുമ്പ് തന്നെ പറയുകയാണ്, ഇത് നിറവേറ്റപ്പെട്ടിരിക്കുന്നു. തന്റെ ദൗത്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. തന്റെ ജീവിത ലക്ഷ്യം എന്ത് എന്നുള്ള ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. അത് നിറവേറ്റുന്നതിന് വേണ്ടി തീർച്ചയെടുത്ത് ഈശോ ഇറങ്ങുക. ഇനി അതിൽ നിന്ന് പിന്മാറില്ല. ഈശോയുടെ ഒരു തീരുമാനമാണ് പിതാവായ ദൈവം അയച്ചിരിക്കുന്ന കാര്യം നിറവേറ്റുമെന്ന്. അതുകൊണ്ട് ഈശോ അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയാണ്, ഇത് നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ഒരു തീരുമാനം ഉണ്ടാകണം. നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കുന്നവരാ. നമ്മുടെ ജീവിത ദൗത്യത്തെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യം വന്ന് ഉറച്ച ഒരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ തീരുമാനങ്ങൾ ഇടവഴിയിൽ നിലച്ചു പോവുകയാണ്. ഈശോ എടുത്തതുപോലുള്ള ഒരു തീരുമാനം നീ എടുക്കണം നിന്റെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, നീ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ്. ദൈവപിതാവ് നിനക്ക് നൽകിയിരിക്കുന്ന ലക്ഷ്യം ഭൂമിയിൽ വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുക. ഈശോയ്ക്ക് പിതാവായ ദൈവം കൊടുത്ത ലക്ഷ്യം അത് നിറവേറ്റിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പിതാവായ ദൈവത്തിനുള്ള ലക്ഷ്യം അത് നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഭൂമിയിൽ വിശുദ്ധിയിൽ ജീവിച്ച് പിതാവിന്റെ അരികിൽ ചെന്നെത്തുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഞാൻ വിശുദ്ധിയിൽ ജീവിക്കും. വിശുദ്ധിയുടെ വഴിയിൽ നിന്ന് ഞാൻ മാറില്ല. അശുദ്ധിയുടെ വഴിയിലേക്ക് ഞാൻ ഒരിക്കലും പോകില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിന്റെ ജീവിതത്തിൽ നീ എടുത്തിട്ട് ജീവിച്ചു നോക്കിക്കേ. നിന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടാകും. ഈശോ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം പിതാവായ ദൈവം സാക്ഷ്യം കൊടുക്കുന്നില്ലേ? പിതാവായ ദൈവം ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം അനുഗ്രഹിച്ചല്ലേ വിടുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉറച്ച തീരുമാനം നിന്റെ ജീവിതത്തിൽ എടുത്താൽ, വിശുദ്ധിയിൽ നീ നിലനിന്നാൽ, കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ വഴികളെ, അധ്വാനങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ പുതിയ ഒരാഴ്ചയിലായിരിക്കുമ്പോൾ ഈ ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അവിടുത്തെ കൃപ വർഷിക്കണമേ, അവിടുത്തെ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. കർത്താവേ, ഇവരുടെ ഈ ആഴ്ചത്തെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും അങ്ങയുടെ സംരക്ഷണം ഉണ്ടാകട്ടെ, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ, അങ്ങയുടെ കൃപ ഇവർക്ക് ലഭിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ ചൈതന്യം ഇവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വവിധ തിന്മയുടെ ശക്തികളും പൈശാചിക അരൂപികളും ദുഷ്ടാരൂപികളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തിയിൽ വിട്ടുപോട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ദുരാത്മശക്തിയിൽ മാറിപ്പോട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.